പരിശുദ്ധമായ BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം. പുന്നക്കൽ ജുവലേഴ്സ്, ആലപ്പുഴ, എരമല്ലൂർ, തുറവൂർ, വൈക്കം. കോട്ടപ്പടിയിൽ കുടിവെള്ളക്കിണറ്റിൽ കൊമ്പൻ കുടുങ്ങി. കോട്ടപ്പടി പഞ്ചായത്തിൽ വടക്കും ഭാഗത്ത് കുടിവെള്ളക്കിണറിൽ കാട്ടുകൊമ്പൻ വീണു. വടക്കും ഭാഗം ബിച്ചാഡ് വർഗീസിന്റെ വീടിന് പുറകിലുള്ള കുടിവെള്ളക്കിണറിലാണ് ഞായറാഴ്ച വെളുപ്പിന് 14 വയസ്സുള്ള കുട്ടിക്കൊമ്പൻ വീണത്. സംഭവത്തെ തുടർന്ന് നാട്ടുകാർ സംഘടിച്ചെത്തി കിണറ്റിൽ നിന്നും കൊമ്പനെ കയറ്റിവിടാനുള്ള ശ്രമം തടഞ്ഞു. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണെന്നും ഇതിനുള്ള പരിഹാരം ഉറപ്പുവരുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇതോടെ മലയാറ്റൂർ DFO P കാർത്തിക്കും കോതമംഗലം തഹസിൽദാറും ചേർന്ന് കിണറിന്റെ ഉടമ വിച്ചാഡ് വർഗീസിന്റെ കുടുംബവുമായി സംസാരിച്ചു. കിണർ നന്നാക്കാനും മറ്റു കേടുപാടുകൾക്കുമായി 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് അറിയിച്ച് ആനയെ മോചിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇതിനിടെ കോതമംഗലം MLA ആന്റണി ജോൺ സ്ഥലത്തെത്തുകയും ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ വൈകുന്നതിലെ ഭിന്നതകൾ ചൂണ്ടിക്കാട്ടി പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. കോതമംഗലം മണ്ഡലത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ MLA എന്നുള്ള നിലയിൽ ഞാൻ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം നിരവധി സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഗൗരവത്തോടു കൂടി തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഗവൺമെന്റ് ആ കാര്യത്തിനകത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ തന്നെ ഈ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 30 കിലോമീറ്റർ ഫെൻസിങ് പിണ്ടിമന, കോട്ടപ്പടി, വേങ്ങൂർ പഞ്ചായത്തുകൾ കവർ ചെയ്യുന്ന 30 കിലോമീറ്റർ ദൂരത്തിൽ ഡബിൾ ലൈൻ ഹാങ് ഫെൻസിംഗ് പ്രവൃത്തി 3.25 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ആ പ്രവൃത്തി അത് വളരെ താല്പര്യമെടുത്തുകൊണ്ടാണ് ആ പ്രവൃത്തി ഇവിടെ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അത് ബഹുമാനപ്പെട്ട മന്ത്രിയും ഗവൺമെന്റും ഒക്കെ പ്രത്യേകമായ താല്പര്യം ആ പദ്ധതിക്ക് വേണ്ടി എടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വർക്ക് ആരംഭിക്കാൻ വേണ്ടി അതിന് മുന്നോടിയായി ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ എത്തിയാണ് അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം അടക്കം ഇവിടെ നിർവഹിച്ചത്. അപ്പോൾ അതിന്റെ തുടർച്ചയിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ് ആ വർക്ക് വളരെ വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിനകത്ത് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ കാര്യത്തിനകത്ത് ഒരു കൃത്യമായ ഉറപ്പ് ലഭിക്കാൻ ഫെൻസിംഗ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയാലേ ആനയെ രക്ഷിക്കാൻ അനുവദിക്കൂവെന്ന് MLAയുടെ നിലപാട് വനം വകുപ്പിനെ പ്രതിസന്ധിയിലാക്കി. ഉച്ചയോടെ സംഭവ സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടർ G പ്രിയങ്ക ഫെൻസിംഗ് നടപടികൾ വേഗത്തിലാക്കാൻ ഇടപെടാമെന്ന് ഉറപ്പ് നൽകിയതോടെ ആനയെ മോചിപ്പിക്കാനുള്ള പ്രവർത്തികൾ വീണ്ടും ആരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷം മണ്ണുമാന്തി ഉപയോഗിച്ച് കിണറിന്റെ വശം ഇടിച്ച് ആനയെ പുറത്തിറക്കാൻ സാധിച്ചു. കോട്ടപ്പടി പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണ്. അടുത്തിടെയാണ് വൈദ്യുതി ലൈനിലേക്ക് പന മറിച്ചിട്ട് കാട്ടാന ഷോക്കേറ്റ് ചത്തത്. 1 വർഷം മുമ്പ് വടക്കും ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ മറ്റൊരു കാട്ടാന വീണപ്പോഴും വലിയ ജനകീയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.